ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്രണ്ട് ഇലാസ്റ്റിക് മാക്സിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 3 മീറ്റർ തുണിയുണ്ട്. ആദ്യം ഞാനിത് നീളത്തിലൊന്ന് മടക്കുകയാണ്. മടക്കിയതിന് ശേഷമാണ് സെൻറ്ററിൽ നിന്നും മടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഈ അടിയിൽ നിന്ന് ഒരു അര ഇഞ്ചോളം വെട്ടി മാറ്റിയാണ്. കാരണം ഇതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അര ഇഞ്ചോളം വെട്ടി മാറ്റുന്നത്. അപ്പോൾ അര ഇഞ്ചോളം വെട്ടി മാറ്റി. അപ്പോൾ ഞാൻ ആദ്യം അവിടെ എടുത്തിട്ടുള്ളത് മാക്സിയുടെ ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് 51 ഇഞ്ച് അളന്നെടുത്തിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 49 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി. ഞാൻ എടുക്കുന്നത് ആദ്യം ഞാൻ അറിയാണ്ട് നെക്ക് അളന്നെടുത്ത് പോയി കേട്ടോ. നെക്ക് ആദ്യമല്ല നമ്മൾ അളന്നെടുക്കേണ്ടത്, പിന്നെയാണ് അവസാനമാണ് നെക്ക് അളന്നെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം അളന്നെടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 7.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. 7.5 ഇഞ്ചോടെ കൊടുത്തിട്ടുണ്ട്. ഞാനിതാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാം ഹോള് ഇവിടെ നിന്നും താഴേക്ക് ഹാം ഹോൾ, അതെ ഹാം ഹോള് ഒരു 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നോക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ 7.5 ഇഞ്ച് ഉണ്ടല്ലോ, അതേ 7.5 ഇഞ്ച് ഇവിടെ നോക്കണം. താഴെ ഇവിടെയാണ് 7.5 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ മുകളിൽ വരക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് ആ മുകൾ കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ നേർക്കാണ്, ഈ ആമുള്ള നേർക്കാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കേണ്ടത്. ചെസ്റ്റ് വണ്ണം ടോട്ടൽ 40 അപ്പോൾ 40ൻ്റെ പകുതി 20, 20ൻ്റെയും പകുതി 10 നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ 10 ഇഞ്ച് നമുക്ക് 10 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. 10 ഇഞ്ച് ഇതാ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ട അളവ് ഇതാണ്. അപ്പോൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി 2 ഇഞ്ചാണ് അതിലെടുക്കുന്നത്. ഈ 2 ഇഞ്ച് ഇവിടെ കൊടുത്താൽ, അപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ ഇതുപോലെ കൊടുക്കുക. കൊടുത്ത ശേഷം ഇവിടെ ഒരു ഇഞ്ച് മുകളിലേക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഏർപ്പെടുത്തുക. ഇതിലൂടെയാണ് നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഷേപ്പ് കിട്ടേണ്ടത് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു 13 ഇഞ്ച് എടുക്കുക. ഇത് കൊടുത്തൂടെ ഇവിടെയാണ് 13 ഇഞ്ച് കിട്ടുന്നത്. 13 ഇഞ്ചോ 14 ഇഞ്ചോ എടുക്കാം. അപ്പോൾ ഈ ഷേപ്പ് കിട്ടിയ 13 ഇഞ്ചിൻ്റെ നേർക്കാണ് നമ്മൾ ഷേപ്പിൻ്റെ വണ്ണം എടുക്കേണ്ടത്. ഷേപ്പിൻ്റെ വണ്ണം നമുക്കിവിടെ കിട്ടിയ 10 ആണെങ്കിൽ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ 9.5 ഇഞ്ച് 9.5 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. അതുപോലെ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇത് തയ്യൽ തുമ്പ്, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട ഇതിലൂടെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി ഇതുപോലെ താഴോട്ട് പോയാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ചുരിദാറിനാണ് നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം, വേസ്റ്റിൻ്റെ ഇറക്കമൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ മാക്സിക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിലൂടെ ഇങ്ങനെ താഴെ വരച്ച് പോയാൽ മതി, അടി വരെ വരച്ചാൽ മതി.
അപ്പോൾ ഇപ്പം നമ്മൾ കൊടുത്ത ഈ അളവുണ്ടല്ലോ, ഷോൾഡർ മുതൽ ആ മുകളുടെ ഇതിലെ ആണ് ഇപ്പോൾ കട്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ കട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു പീസ് ഉണ്ട്, മുകളിലത്തെ പീസ് ഇല്ലേ, ഇത് ബാക്ക് പീസാണ്. ഈ ബാക്ക് പീസ് മാത്രമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സാധാരണ എപ്പോൾ മുമ്പിൽ വെക്കുന്ന പീസ് ഫ്രണ്ട് പീസായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് മാക്സിന് വേണ്ടി ഇത് മുമ്പിലത്തെ പീസ് ബാക്ക് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇവിടെ നെക്കിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കരുത്, കാരണം അറിയാണ്ട് ഞാൻ ആദ്യം അളന്നെടുത്ത് പോയതാണ്. അപ്പോൾ ഇത് നമുക്ക് അവസാനം എടുക്കാം. ഞാനിപ്പോൾ മുകളിലുള്ള ഈ പീസ് ബാക്ക് പീസായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്ക് പീസ് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അതിൻ്റെ വേസ്റ്റ് ബാക്കി കിടപ്പുണ്ട്, കണ്ടോ, ബാക്ക് പീസിൻ്റെ വേസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ, ഇവിടെ ഇതിലെ കട്ട് ചെയ്ത ബാക്കി ഭാഗം കണ്ടോ, അതിൻ്റെ ബാക്കി തുണിയാണിത്. അപ്പോൾ ഇതിൻ്റെ അടയാളം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഇത് കണ്ടോ, കറക്റ്റ് ഞാൻ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു 5 ഇഞ്ച് അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ. ഇപ്പോൾ ഞാൻ അളന്നെടുത്ത 5 ഇഞ്ചിലൂടെ ഇതാ ഒരു ലൈൻ ഇതിവിടെ അറ്റം വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ലൈനിലേക്ക് ഇവിടെ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇല്ലേ, ഇവിടെ 3 ഇഞ്ചാണ്. അപ്പോൾ ഇതേ 3 ഇഞ്ച് നമുക്ക് മുകളിലും ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇത് ലൈൻ വലിച്ച് കൊടുക്കാം. വലിച്ച് കൊടുത്തു. നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസ് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടിഭാഗം 2 പീസും ഒരുമിച്ച് ഒരുപോലെ വെച്ചു. പക്ഷേ മുകളിൽ എത്തും തോറും ക്രോസായി വന്നിരിക്കുക കണ്ടോ, ഇതുപോലെ ക്രോസായി വന്നിട്ട് ഇവിടെ നമ്മൾ അളന്ന് വെച്ച 3.5 ഇഞ്ച് ഉണ്ടല്ലോ, 3 ഇഞ്ച് നേരത്തെ അളന്ന് വെച്ച 3 ഇഞ്ചിലേക്ക് ഇത് കണ്ടോ, നേരത്തെ ഫ്രണ്ട് പീസിൽ അളന്ന് വെച്ച 3 ഇഞ്ചാണിത്. ആ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം താഴേക്ക് ക്രോസായിട്ട് പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ. അതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ നേരത്തെ അളന്ന് വെച്ചത് ഫ്രണ്ട് പീസിൽ അളന്ന് വെച്ച 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചിലേക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ചു. നേരത്തെ കട്ട് ചെയ്തെടുത്ത ബാക്ക് പീസ് ഇതുപോലെ വെച്ചതാ. ഈ 3.5 ഇഞ്ച് എവിടെയാണ് വരുന്നത്, അവിടേക്കാണ് ഈ ബാക്ക് പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് പോയി ഇത് താഴേക്ക് വരുന്തോറും ക്രോസായിട്ട് അടിയിലെത്തുമ്പോൾ ഈ മാക്സി 2 പീസും ഒരുമിച്ചുണ്ടായിരിക്കണം കണ്ടോ, ഒരുപോലെ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ ഈ ബാക്ക് പീസ് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിലൂടെ ഇത് കട്ട് ചെയ്ത് പോകണം. ഇതിവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ തന്നെ പോവുക. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്കിയുള്ള ഈ തുണിയിൽ സ്ലീവിൻ്റെ ഇറക്കം ടോട്ടൽ കിട്ടുന്നത് 9 ഇഞ്ചാണ്. കൈക്കുഴി ജോയിൻ ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോകും, താഴെ മടക്കി തയ്ക്കുമ്പോൾ 1 ഇഞ്ച് പോകും. അപ്പോൾ ബാക്കി തയ്ച്ച് കഴിയുമ്പോൾ ടോട്ടൽ കിട്ടുന്ന ഇറക്കം 8 ഇഞ്ചായിരിക്കും. നേരത്തെ നെറ്റി കട്ട് ചെയ്യുമ്പോൾ കൈക്കുടെ ഇറക്കം എടുത്തത് 8 ഇഞ്ചായിരുന്നു. അപ്പോൾ അതേ 8 ഇഞ്ച് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് 8 ഇഞ്ച് കിട്ടുന്നത്. ഈ 8 ഇഞ്ച് അഴപ്പെടുത്തെടുത്ത് നിന്നും വീണ്ടും നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം 9 ഇഞ്ച് കൊടുക്കണം. ഈ 9 ഇഞ്ചിൽ നിന്നും ഒരു 2.5 ഇഞ്ച് നമുക്ക് കുഴിച്ച് കൊടുക്കണം. ഈ 9 ഇഞ്ചിൽ നിന്നും നമ്മൾ 2.5 ഇഞ്ച് കുഴിച്ചെടുത്തില്ലേ, അവിടേക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം.
അതുപോലെ കൈയിൻ്റെ താഴത്തെ വണ്ണം 7 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്കും ഒരു 1.5 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച്. ഇതുപോലെ ഒരു ലൈൻ കൊടുത്തുണ്ടോ. ഇതാണ് നമ്മുടെ കൈ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുക്കണം. അപ്പോൾ ഇത് നീളം പറഞ്ഞാൽ ഇതാ ഇതിന് ഒപ്പിച്ചായിരിക്കണം നീളം. മാക്സി ഇട്ടിട്ടുള്ളത് മടക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഈ പീസ് എടുത്തിരിക്കുന്നത് മടക്കിയിട്ടാണ്. ഞാൻ പീസ് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ വീതി പറഞ്ഞാൽ 1 ഇഞ്ചാണ്. നമ്മൾ നേരത്തെ എടുത്ത 3 ഇഞ്ച് വീതിയുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചടിക്കാനാണ് ഈ എലാസ്റ്റിക്. ഈ എലാസ്റ്റിക്കിൻ്റെ നീളം പറഞ്ഞാൽ നമ്മൾ മാക്സി ഇട്ടതാ ഇവിടെ മടക്കിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ നീളമാണ് എടുക്കുന്നത്. ഇപ്പോൾ മാക്സി മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിവർത്തുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു പീസ് എടുക്കണം, 2 പീസ് എടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ വീതി പറഞ്ഞാൽ 2.5 ഇഞ്ചാണ്. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ് ഈ ലെങ്ത്ത് എടുക്കേണ്ടത്. ഇത് നമ്മൾ നെക്കിൻ്റെ 2 സൈഡും വെച്ച് കൊടുക്കേണ്ട പീസാണ്. ഇതുപോലത്തെ 2 പീസ്. പിന്നെ അതുപോലെ ഇത് ഞാൻ ഡബിൾ ഫോൾഡ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡബിൾ ഫോൾഡ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഈ 5.5 ഇഞ്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടുന്ന് വെട്ടി മാറ്റിയ 5 ഇഞ്ച് ഉണ്ടല്ലോ, ആ 5 ഇഞ്ചാണ് ഇവിടേക്ക് ഈ തുണി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി തയ്ക്കുമ്പോൾ എക്സ്ട്രാ 1/2 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ അതാണ് 1/2 ഇഞ്ച്. പിന്നെ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ നൈറ്റിയുടെ സ്ലീവിൻ്റെ താഴെ വെച്ചെടുക്കാനാണ്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ നെക്ക് ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നെക്ക് ഭാഗം. അപ്പോൾ അവിടേക്ക് നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് ഇടാനായിട്ട് എടുത്ത 3 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടല്ലോ, 3 ഇഞ്ച് വീതിയുള്ള പീസ്, അത് നമുക്ക് ഇതുപോലെ, ഇത് മോശം വശമാണ്. അപ്പോൾ ഈ പീസിൻ്റെ നല്ല വശം ഇതാണ്, അടിയിലാണ് നല്ല വശം. അത് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപോലെ വെച്ച് കൊടുക്കണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഈ ജോയിൻറ്റിൻ്റെ അങ്ങേയറ്റം വരെ തുണിയുടെ മേലെ നഖം കൊണ്ടുവന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, മടിക്കടിച്ചു കേട്ടോ. ഇനി ഇലാസ്റ്റിക് ഇടാനായിട്ട് മാക്സി ഇതുപോലെ ഒരുപോലെ മടക്കി വെച്ചു. മടക്കിയതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് ഇതുപോലെ വെക്കുക, നീളത്തിൽ വെക്കുക. പക്ഷേ ഇതിൻ്റെ അറ്റം എവിടെയാണ് എത്തുന്നത് അവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും മാർക്ക് ചെയ്യണം, അടിയിൽ സെയിം ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് കയറ്റിയിടാം. ഇപ്പം ഞാൻ എലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ ഒരറ്റം ഇവിടെയാണുള്ളത് കേട്ടോ. നമ്മൾ ഈ അടയാളപ്പെടുത്തിയില്ലേ, ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു സ്റ്റിച്ച് 1-2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇവിടെ തയ്ച്ചിടാം. അത് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മറ്റേ ഐറ്റം കണ്ടോ, ഇവിടെ എത്തിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ കട്ട് വെച്ച 5.5 ഇഞ്ച് നീളമുള്ള പീസ് ഉണ്ടല്ലോ, അത് 2 സൈഡിലുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആദ്യം ഈ രീതിക്കാണ് ഈ പീസ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇപ്പുറത്തേക്ക് മടക്കിയിട്ട് കണ്ടോ, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു, പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അങ്ങനെ 2 പീസ് ഇവിടെ വെച്ച് കൊടുത്തു. ഈ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതുപോലെ ഇട്ടിട്ട് കഴുത്തിൻ്റെ അങ്ങനെ 2.5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ പീസ് നിവർത്തിയിടുമ്പോൾ 5 ഇഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കഴുത്തൊക്കെ ഞാൻ എടുത്തത് 5 ഇഞ്ചാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പീസിൻ്റെ നീളം 5.5 ഇഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പോൾ നെക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് 5 ഇഞ്ചായിരിക്കും.
ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ കൂട്ടിയടിക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് ബാക്ക് നെക്കിൻ്റെ ഈ പീസ് നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിലേക്കുള്ള പീസൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തു. നെക്കിന് കൊടുത്ത അതേ പീസിൽ നമ്മൾ കൈയിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. 2 കൈയിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിക്ക് കൂട്ടി വെച്ച് കേട്ടോ. അപ്പോൾ ഈ മാക്സിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി കേട്ടോ.